എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു, ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ചു. അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. ഇനി അതിന്റെ 16-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ദാനിയേലിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം നാം പഠിക്കുന്നത്, ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു ദാനിയേൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രിയരായിരിക്കുന്നതിനേക്കാൾ ഏറ്റവും മാന്യം ദൈവം മുമ്പിൽ ദൈവത്തിന് പ്രിയരായിരിക്കുന്നതാണ്. ദാനിയേൽ പ്രവചനം 9:23-ലും 10:11, 10:19 ഈ 3 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദാനിയേൽ ദൈവത്തിന് പ്രിയനായിരുന്നു എന്ന് നാം പഠിക്കുന്നു. ഇവിടെ ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേലിനെ തകർക്കുവാനോ ദാനിയേലിന്റെ പ്രാർത്ഥനയെ മുടക്കുവാനോ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം അറിയാതെ ദൈവത്തിന്റെ ഒരു ഭക്തനെ ആർക്കും തൊടാൻ കഴിയില്ല. ദാനിയേലിൽ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നതായിരുന്നു ദാനിയേലിൽ കണ്ടുപിടിച്ച കുറ്റം. അങ്ങനെ രാജകൽപ്പന അനുസരിച്ച് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ രാജാവ് പോലും സൂര്യൻ അസ്തമിക്കുന്ന വരെയും ദാനിയേലിനെ രക്ഷിപ്പാൻ താല്പര്യപ്പെട്ടു. നാം ഓർക്കണം, ദാരിയാവേശ് രാജാവ്, ബാബിലോൺ സംസ്ഥാനം ഭരിക്കുന്ന രാജാവ്, ദാനിയേലിനെ രക്ഷിപ്പാൻ നോക്കിയിട്ട് സൂര്യൻ അസ്തമിക്കുവോളം കഴിഞ്ഞില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിലോട്ട് കൊണ്ടുപോകുന്നു, സിംഹക്കുഴിയിലിടുന്നു. അപ്പോഴും രാജാവ് ദാനിയേലിനോട് സംസാരിക്കുകയാണ്, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും. വീണ്ടും രാജാവ് വീട്ടിൽ ചെല്ലുന്നു, രാത്രിയിൽ ഉപവസിച്ച് കഴിക്കുന്നു. താൻ രാത്രിയിൽ ഉപവാസത്തോടെ കഴിയുന്നു. ഒരുപക്ഷെ ഉറക്കം വെടിഞ്ഞുള്ള ഉപവാസമാണോ, ഭക്ഷണം വെടിഞ്ഞുള്ള ഉപവാസമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ആ രാത്രിയിൽ അദ്ദേഹം ഉപവാസത്തോടെ കഴിയുന്നു. അതിരാവിലെ സിംഹത്തിന്റെ ഗുഹയിലെത്തുന്നു, വിളിച്ചു പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞല്ലോ, നിന്റെ ദൈവം പ്രാപ്തനായോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, രാജാവിന് പോലും ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാതെ പോയി. എന്നാൽ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവം, അതാണ് ദാനിയേൽ ഇടപെടാതെ സേവിച്ചു വന്ന ദൈവം. അതുകൊണ്ടാണ് തിരുവചനം വ്യക്തമായി പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, അവർ കുനിഞ്ഞു വീണു പോകുന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മെ രക്ഷിപ്പാൻ ഇറങ്ങി വരുന്ന ആ ദൈവത്തിൽ ആശ്രയിപ്പാനും ആ ദൈവത്തിൽ ഒന്നുകൂടി ശരണപ്പെടുവാനും
ആ ദൈവത്തിൽ ഒന്നുകൂടി താഴ്ത്തുവാനും ദാനിയേലിനെ പോലെ ഇടവിടാതെ സേവിച്ചു വരുവാനും ദൈവത്തിന് ഏറ്റവും പ്രിയരായി തീരുവാനും നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയരായി തീരേണ്ടതിന് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.